അങ്ങനെ ഇന്നത്തെ ജോലി ബാക്കിലെ ടയർ മാറുക എന്നുള്ളതായിരുന്നു. 2 ടയറും മാറുക എന്നുള്ളതായിരുന്നു. അപ്പോൾ കടയിൽ ചെന്നപ്പോൾ തന്നെ കടക്കാരൻ ചോദിച്ചു, ഫ്രണ്ടിൽ കിടക്കുന്നിടത്ത് ബാക്ക് ഇട്ടിട്ട് ഫ്രണ്ടിൽ പുതിയ ടയർ ഇടട്ടെ എന്ന്. അപ്പോൾ ഞാൻ ചോദിച്ചു, നിങ്ങൾ അങ്ങനെയാണോ ഇടുന്നത്, അതാണോ അതിൻ്റെ കണക്കെന്ന് ചോദിച്ചു. കാരണം നമുക്കെപ്പോഴും ബാക്കിലാണ് പുതിയ ടയർ ആവശ്യം. കാരണം ഫ്രണ്ടിലെ ടയർ പൊട്ടിയാൽ വലിയ ആക്സിഡൻറ്റ് ഉണ്ടാകത്തില്ല. അതേപോലെ ബാക്കിലെ ടയറാണ് പൊട്ടുന്നതെങ്കിൽ നല്ല രീതിയിൽ വണ്ടി മറിയും, നല്ല രീതിയിൽ മറിഞ്ഞു പോകും. അത് നമ്മുടെ പണ്ടത്തെ ഡ്രൈവർമാർ പറഞ്ഞ് ശീലിച്ചതാണ്. അങ്ങനെ ഈ ബാക്കിൽ പഴയതെടുത്തിട്ടിട്ട് ഫ്രണ്ടിൽ പുതിയതിടണം, ഫ്രണ്ട് പൊട്ടിക്കഴിഞ്ഞാൽ തെന്നി മാറി എങ്ങോട്ടെങ്കിലും ഇടിക്കും എന്നൊക്കെ പറയുന്നത്. പക്ഷേ യഥാർത്ഥത്തിൽ ബാക്കിലാണ് നല്ല ടയർ ഇടേണ്ടത്. കാരണം ബാക്കിലാണ് എപ്പോഴും നമുക്ക് അധികം റൊട്ടേഷനും കാര്യങ്ങളും ഒക്കെ വരുന്നത്. ഫ്രണ്ടും മെയിൻ തന്നെയാണ്, പക്ഷേ എങ്കിലും ബാക്കിൻ്റെ അത്രയും ഡേഞ്ചർ അല്ല ഫ്രണ്ട്. അപ്പോൾ അത് ഞാൻ പറയുന്നത് തെറ്റാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും ഇതിൽ ഗൂഗിളിൽ കയറി സെർച്ച് ചെയ്ത് നോക്കിയോ, അപ്പോൾ മനസ്സിലാവും. കടക്കാരനും പറഞ്ഞു അതാണ് ശരി എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ബാക്കിൽ 2 പുതിയ ടയർ മാറ്റിയിട്ടുണ്ട്. അലൈൻമെൻറ്റും ഇതെല്ലാം കൂടെ ആയപ്പോഴത്തേക്ക് 10-26,000 രൂപ അങ്ങനെ സെറ്റ് ചെയ്തിട്ടുണ്ട്. എന്തായിരുന്നാലും ഇതിൻ്റെ കോസ്റ്റ് വളരെ കൂടുതലാണ്. കാരണം ടയറായിരുന്നാലും എന്തായിരുന്നാലും നല്ല ഹെവി ചാർജസാണ് ഈടാക്കുന്നത്. അപ്പോൾ അതേപോലെ തന്നെ നിങ്ങൾക്ക് ഞാൻ ഈ പറഞ്ഞ കാര്യത്തിൽ എന്തെങ്കിലും ഒരു ഇതുണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് കമൻ്റ് ഇടണം. അങ്ങനെ ആർക്കെങ്കിലും എന്തെങ്കിലും കാര്യം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ എനിക്കൊരു കമൻ്റായിട്ട് ഇടണം.